എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ജീവിതം ഒരു യാത്രയാണ്. ആ യാത്രയിൽ നമുക്ക് സന്തോഷങ്ങളും വിജയങ്ങളും എന്നതുപോലെ വെല്ലുവിളികളും പ്രതിസന്ധികളും ഉണ്ടാകും. ചിലപ്പോൾ തോൽവികളും നിരാശകളും നമ്മളെ തളർത്താൻ ശ്രമിച്ചേക്കാം. എന്നാൽ ഈ സാഹചര്യങ്ങളിൽ തളരാതെ മുന്നോട്ട് പോകാൻ നമ്മളെ സഹായിക്കുന്നത് എന്താണ്? അതാണ് മനസ്സുറപ്പ്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏത് പ്രതിസന്ധിയിലും തളരാതെ മുന്നോട്ട് പോകാൻ നമ്മുടെ മനസ്സിനെ എങ്ങനെ പരിശീലിപ്പിക്കാമെന്നാണ്. ഒന്നാമത്തെ കാര്യം ലക്ഷ്യബോധം വളർത്തുക എന്നതാണ്. മനസ്സിനെ പരിശീലിപ്പിക്കുന്നതിനുള്ള ആദ്യപടി വ്യക്തമായ ഒരു ലക്ഷ്യമുണ്ടായിരിക്കുക എന്നതാണ്. നിങ്ങൾ എന്തിനു വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത്, നിങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം എന്താണ് എന്ന് കൃത്യമായി അറിഞ്ഞിരിക്കണം. വലിയ ലക്ഷ്യങ്ങളെ ചെറിയ ഭാഗങ്ങളായി തിരിച്ചു ഓരോ ദിവസവും എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുക. ഉദാഹരണത്തിന് ഒരു ബിസിനസ് തുടങ്ങുക എന്ന വലിയ ലക്ഷ്യമുണ്ടെങ്കിൽ ആദ്യമായി വിപണിയെക്കുറിച്ച് പഠിക്കുക, ബിസിനസ് പ്ലാൻ തയ്യാറാക്കുക എന്നിങ്ങനെ ചെറിയ ലക്ഷ്യങ്ങൾ വയ്ക്കുക. നിങ്ങളുടെ ലക്ഷ്യങ്ങൾ മനസ്സിൽ ഉറപ്പിക്കുമ്പോൾ അതിലേക്കുള്ള യാത്രയിൽ ഉണ്ടാകുന്ന തടസ്സങ്ങൾ നിങ്ങളെ അത്രയധികം ബാധിക്കില്ല. നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് എല്ലാ ദിവസവും ഓർക്കുന്നത് മനസ്സിന് പുതിയ ഊർജ്ജം നൽകും. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയ ശക്തി അതിൻ്റെ ചിന്തകളാണെന്ന് തിരിച്ചറിയുകയാണ്. നെഗറ്റീവ് ചിന്തകൾ മനസ്സിൽ നിറയുമ്പോൾ നമ്മൾ എളുപ്പത്തിൽ തളർന്നു പോകും. പോസിറ്റീവ് ചിന്താഗതി വളർത്തുന്നത് മനസ്സിന് പ്രതിരോധ ശേഷി നൽകും. എല്ലാ ദിവസവും രാവിലെ നല്ല കാര്യങ്ങൾ ചിന്തിച്ച് ദിവസം തുടങ്ങുക. പ്രതിസന്ധികളിൽ പോലും നല്ല വശങ്ങൾ കാണാൻ ശ്രമിക്കുക. എനിക്കിത് ചെയ്യാൻ കഴിയില്ല എന്ന് പറയുന്നതിന് പകരം എനിക്കിത് എങ്ങനെ ചെയ്യാൻ കഴിയും എന്ന് ചിന്തിക്കുക. നിങ്ങളുടെ ചുറ്റുമുള്ള പോസിറ്റീവ് ആളുകളുമായി സമയം ചെലവഴിക്കുക. നെഗറ്റീവ് വാർത്തകളിൽ നിന്നും അനാവശ്യമായ താരതമ്യങ്ങളിൽ നിന്നും സ്വയം വിട്ടുനിൽക്കുക. മൂന്നാമത്തെ കാര്യം, പരാജയങ്ങളെ പാഠങ്ങളാക്കി മാറ്റുക എന്നതാണ്. ജീവിതത്തിൽ പരാജയങ്ങൾ സ്വാഭാവികമാണ്. എന്നാൽ ആ പരാജയങ്ങളെ എങ്ങനെ സമീപിക്കുന്നു എന്നതിലാണ് കാര്യം. പരാജയങ്ങൾ അവസരങ്ങളാണ്, പഠിക്കാനും മെച്ചപ്പെടാനുമുള്ള അവസരങ്ങൾ. ഓരോ പരാജയത്തിൽ നിന്നും നിങ്ങൾ എന്ത് പഠിച്ചു എന്ന് സ്വയം ചോദിക്കുക. തെറ്റുകൾ വിശകലനം ചെയ്യുക, അവ ആവർത്തിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. പരാജയങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ മനസ്സ് കൂടുതൽ ശക്തമാകും. ലോകത്തിലെ ഏറ്റവും വിജയകരമായ പല വ്യക്തികളും അനേകം പരാജയങ്ങൾക്ക് ശേഷമാണ് വിജയം നേടിയതെന്ന് ഓർക്കുക. നാലാമത്തെ കാര്യം, ശാരീരിക ആരോഗ്യം ശ്രദ്ധിക്കുക എന്നതാണ്. ശക്തമായ മനസ്സിന് ആരോഗ്യമുള്ള ശരീരവും ആവശ്യമാണ്. പതിവായ വ്യായാമം, നല്ല ഭക്ഷണം, ആവശ്യത്തിന് ഉറക്കം എന്നിവ നിങ്ങളുടെ മാനസികാരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. വ്യായാമം എൻഡോർഫിനുകൾ പുറത്തുവിടുന്നു. ഇത് സമ്മർദ്ദം കുറയ്ക്കാനും മാനസികാവസ്ഥ മെച്ചപ്പെടുത്താനും സഹായിക്കും. പോഷക സമൃദ്ധമായ ഭക്ഷണം തലച്ചോറിന്റെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്തും. ആവശ്യത്തിന് ഉറങ്ങുന്നത് മനസ്സിന് വിശ്രമം നൽകുകയും അടുത്ത ദിവസത്തെ വെല്ലുവിളികളെ നേരിടാൻ ഊർജം നൽകുകയും ചെയ്യും. നമ്മുടെ ശ്രദ്ധ എവിടെയാണോ കേന്ദ്രീകരിക്കുന്നത് അവിടെയാണ് നമ്മുടെ ഊർജം ഉണ്ടാവുക. പ്രശ്നങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കാതെ പരിഹാരങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ മനസ്സിനെ പരിശീലിപ്പിക്കുക. ധ്യാനം, മൈൻഡ്ഫുൾനെസ് പോലുള്ളവ പരിശീലിക്കുന്നത് ശ്രദ്ധാകേന്ദ്രം നിയന്ത്രിക്കാൻ നിങ്ങളെ സഹായിക്കും. ഇത് മനസ്സിനെ ശാന്തമാക്കാനും സമ്മർദ്ദം കുറയ്ക്കാനും സഹായിക്കും. ഓരോ നിമിഷത്തിലും ജീവിക്കാൻ ശീലിക്കുക. ഭൂതകാലത്തിലെ ദുരനുഭവങ്ങളെക്കുറിച്ചും ഭാവിയെക്കുറിച്ചുള്ള അനാവശ്യ ഉത്കണ്ഠകളിലും തളച്ചിടാതെ വർത്തമാനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അഞ്ചാമത്തെ കാര്യം, സ്വയം ആശ്വസിപ്പിക്കുക എന്നതാണ്. നിങ്ങൾ നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായി മാറുക. പ്രതിസന്ധികളിൽ സ്വയം ആശ്വസിപ്പിക്കുകയും പ്രചോദിപ്പിക്കുകയും ചെയ്യുക. നെഗറ്റീവ് സ്വയം സംഭാഷണങ്ങൾ ഒഴിവാക്കുക. നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളെക്കുറിച്ച് സ്വയം ഓർമ്മിപ്പിക്കുക. നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക. മറ്റൊരാളിൽ നിന്ന് പ്രചോദനം പ്രതീക്ഷിക്കാതെ സ്വയം പ്രചോദനം കണ്ടെത്തുക. ചെറിയ വിജയങ്ങളെ അഭിനന്ദിക്കുക. അത് നിങ്ങൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകും. ആറാമത്തെ കാര്യം, സഹായം തേടാൻ മടിക്കരുത് എന്നതാണ്. ഒരിക്കലും തളരാത്ത മനസ്സെന്നാൽ എല്ലാ ഭാരങ്ങളും ഒറ്റയ്ക്ക് ചുമക്കുക എന്നതല്ല. ചിലപ്പോൾ നമുക്ക് സഹായം ആവശ്യമായി വരും. വിശ്വസനീയരായ സുഹൃത്തുക്കളോടോ കുടുംബാംഗങ്ങളോടോ നിങ്ങളുടെ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കുക. ആവശ്യമെങ്കിൽ ഒരു മെന്ററെയോ കൗൺസിലറെയോ സമീപിക്കുക. സഹായം തേടുന്നത് നിങ്ങളുടെ ദൗർബല്യമല്ല, മറിച്ച് നിങ്ങളുടെ ശക്തിയാണ്. മറ്റുള്ളവരുടെ പിന്തുണ മനസ്സിന് കരുത്ത് നൽകും. മനസ്സിനെ പരിശീലിപ്പിക്കുന്നത് ഒറ്റ രാത്രി കൊണ്ട് സംഭവിക്കുന്ന ഒന്നല്ല. ഇത് നിരന്തരമായ പരിശീലനവും ക്ഷമയും ആവശ്യമുള്ള ഒരു പ്രക്രിയയാണ്. ഓരോ ദിവസവും ചെറിയ ചുവടുകളിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിനെ കൂടുതൽ ശക്തവും പ്രതിരോധശേഷിയുള്ളതുമാക്കി മാറ്റാൻ കഴിയും. ഓർക്കുക, നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഏറ്റവും വലിയ ആയുധമാണ്. അതിനെ ശരിയായ രീതിയിൽ പരിശീലിപ്പിച്ചാൽ ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയിലും നിങ്ങൾക്ക് തളരാതെ മുന്നോട്ട് പോകാൻ കഴിയും.